എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. കേരളത്തിന് എയിംസ് വേണമെന്ന് മാത്രമാണ് ബി.ജെ.പി. നിലപാടെന്നും ഏത് ജില്ലയിലായാലും സ്വാഗതം ചെയ്യുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. കേരളത്തിൽ എയിംസ് ലഭിക്കുന്നത് ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ അതിനു സാധിച്ചില്ലെങ്കിൽ തൃശൂരിൽ സ്ഥാപിക്കണമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന. കേന്ദ്രമന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ബി.ജെ.പിക്കകത്തു നിന്നും ഉയരുന്നത്. സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടി നിലപാടല്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് തന്നെ രംഗത്ത് വന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എം പിയാണ്, കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാകും. എവിടെ വേണമെന്ന കാര്യത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ബി.ജെ.പിക്ക് ഏതായാലും ഇന്ന ജില്ലയിൽ എയിംസ് വേണം എന്നൊന്നുമില്ല, കേരളത്തിൽ ഉണ്ടായാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ബി.ജെ.പി. കേരള ഘടകത്തിന്റെ ഈ കാര്യത്തിൽ ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് എയിംസ് കേരളത്തിൽ വേണമെന്നുള്ളതാണ്. മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ബി.ജെ.പി. കേരള ഘടകത്തിന്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. വിവാദമുണ്ടാക്കി കേരളത്തിന് എയിംസ് ലഭിക്കുന്നത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇത് നൽകാതിരിക്കുക, തുടർച്ചയായിട്ട് അവഗണിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പ്രഖ്യാപനവും നടത്താതിരിക്കുക, കേരളം ആവശ്യപ്പെട്ടതിന് ശേഷം മിക്കവാറും എല്ലായിടത്തും എയിംസ് അനുവദിക്കുക, ആ വിവേചനം കേരളം ചർച്ച ചെയ്യുമെന്നായി കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായി അവനെ കണ്ടാൽ മതി. സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം ബി.ജെ.പി. ജില്ലാ നേതൃത്വങ്ങൾ എയിംസ് അവരുടെ ജില്ലയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.